ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേകചൂഡാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മുടെ വലിയ ഒരു തെറ്റിദ്ധാരണയെ ആചാര്യസ്വാമികൾ മാറ്റിത്തന്നു. അതായത് സാധാരണ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് പ്രളയകാലത്ത്, അതായത് ഒന്നും പുതിയ സൃഷ്ടിയൊന്നും ഇല്ലാതിരിക്കുന്ന ആ സമയം എല്ലാ ജീവന്മാരും ശരീരം വിട്ട് ബ്രഹ്മത്തോട് ചേർന്നിരിക്കും എന്നൊരു ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോ സൃഷ്ടികാലത്ത്, പ്രളയമല്ലാതിരിക്കുന്ന സമയത്ത്, സൃഷ്ടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവനും ബ്രഹ്മനും വേറെ എന്നൊരു ചിന്തയിലാണ്. ആ സമയത്ത് ജീവനും ബ്രഹ്മനും വേറെ വേറെ എന്നും, പ്രളയകാലത്ത് ശരീരം ഉപേക്ഷിച്ച് ഈ ജീവന്മാരെല്ലാം ബ്രഹ്മത്തിൽ ലയിക്കും എന്നൊരു ആ ഒരു രീതിയിലുള്ള ചിന്തയിലാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഉള്ളത്. അപ്പോ ആചാര്യസ്വാമികൾ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മളോട് പറഞ്ഞു, അങ്ങനെയല്ല. നിരന്തരം, അതായത് എപ്പോഴും, ഏത് സമയത്തും ജീവനും ബ്രഹ്മനും വേറെയല്ല, എല്ലാ സമയത്തും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ വേറെ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. ആ ചിന്ത മാറ്റാനാണ് നമ്മൾ വിവേകചൂഡാമണി പഠിക്കുന്നത്. ബ്രഹ്മനും ജീവനും വേറെ വേറെ അല്ല, അഭിന്നം, പ്രത്യഗഭിന്നം എന്ന് പറഞ്ഞു. പ്രത്യഗഭിന്നം നിരന്തരം ജയതി എന്നാണ് പറഞ്ഞത്. പ്രത്യഗഭിന്നം നിരന്തരം ജയതി വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജീവനും ബ്രഹ്മനും ഒരു കാലത്തും വേറെയല്ല. നമുക്കങ്ങനെ തോന്നുന്നു. അതിന്റെ സത്യം, പരമാർത്ഥം മനസ്സിലായാൽ, ആ തെറ്റിദ്ധാരണ മാറിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്? ജീവനും ബ്രഹ്മനും എപ്പോഴും ഒന്ന് തന്നെയാണ്, ഇവിടെ രണ്ടില്ല, അദ്വൈതം. അപ്പൊ മനസ്സിലാവും. ബ്രഹ്മം നിർഗുണാവസ്ഥയിൽ ഇരിക്കുമ്പോ മായ ഉപയോഗിച്ച് സൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ സഗുണസ്വരൂപമായ ലോകമുണ്ടാകുന്നു. അപ്പോഴാണ് നമുക്ക് ഈ തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാം ബ്രഹ്മം തന്നെ. കാരണം ബ്രഹ്മത്തിൽ നിന്നാണ് ഈ സഗുണസ്വരൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മായാശക്തി കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ ബ്രഹ്മത്തിൽ തന്നെ ആയതുകൊണ്ട് ആധാരത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല ഉണ്ടാക്കപ്പെടുന്നതിന്. അത് നേരത്തെ പഠിച്ചു. ആധാരത്തിൽ നിന്ന് ഒരു ആഭരണങ്ങൾ ഉണ്ടായാൽ ആധാരമായ സ്വർണം തന്നെയാണ് അതിനകത്തെല്ലാം ഉള്ളത്. ആധാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും അവിടെ ഇല്ല. നാമരൂപങ്ങൾ മാത്രം വരുന്നു. അതുപോലെ തന്നെ വേണം ജഗത്തിനെ മനസ്സിലാക്കാൻ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. സദ്ബ്രഹ്മകാര്യം സകലം സദൈവ സന്മാത്രമേ തന്ന തതോന്യദസ്തി അസ്തീതി യോ വക്തി ന തസ്യ മോഹോ വിനിർഗതോ നിദ്രിതവത് പ്രജൽപഃ. സദ്ബ്രഹ്മകാര്യം സകലം സദൈവ സന്മാത്രമേ തന്ന തതോന്യദസ്തി അസ്തീതി യോ വക്തി ന തസ്യ മോഹോ വിനിർഗതോ നിദ്രിതവത് പ്രജൽപഃ. നിദ്രിതവത് പ്രജൽപഃ. വിനിർഗതോ നിദ്രിതവത് പ്രജൽപഃ. എന്താണ് ഇവിടെ പറയുന്നത്? ഈശ്വരനുണ്ട്, നമുക്ക് സംശയമൊന്നുമില്ല. ഈശ്വരനുണ്ട്, ബ്രഹ്മസ്വരൂപമാണ്. അത് ബ്രഹ്മസ്വരൂപമാണ്. ജീവനുണ്ട്, അതിനെ ആത്മസ്വരൂപം എന്ന് പറയും. അല്ലെ? നമ്മൾ സാധാരണ യൂഷ്വലി നമ്മൾ പറയുന്നത് ഈശ്വരനുണ്ട്, ബ്രഹ്മസ്വരൂപം. ജീവനുണ്ട്, ആത്മസ്വരൂപം. ജീവസ്വരൂപവും ഈശ്വരസ്വരൂപവും ഒന്ന് എന്ന് നമുക്ക് ആചാര്യസ്വാമി പറഞ്ഞു തന്നു. അധിഷ്ഠാനത്തിനെ കുറിച്ച് പറഞ്ഞു. ജീവസ്വരൂപവും ഈശ്വരസ്വരൂപവും ഒന്ന് തന്നെ. പക്ഷേ ലോകത്തിന്റെ, അതായത് ജഗത്തിന്റെ കാര്യം എന്താണ്? ലോകത്തിന്റെ കാര്യം എന്താണ്? ജഗത്തിന്റെ കാര്യം എന്താണ്? ജീവനും ബ്രഹ്മവും ഒക്കെ സമ്മതിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു, മനസ്സിലായി. അപ്പോഴാണ് അടുത്ത സംശയം, ജഗത്തിന്റെ കാര്യം എന്താണ്?
ഈ ശ്ലോകത്തില് ലോകം എന്ന് ഒന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആകപ്പാടെ കൺഫ്യൂഷൻ ആവുമോ? അതില്ല. ആചാര്യസ്വാമി ഇത് പറഞ്ഞു തരും, വൃത്തിയായിട്ട് പറഞ്ഞു തരും. ലോകം എന്ന് ഒന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? ദഹിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കാൻ എന്ത് പറയും? നമുക്ക് ഉണ്ടാവും, അജീർണം ഉണ്ടാവും. അതുപോലെയാണ് ലോകമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല, നമുക്കത് അജീർണമാണ്. ലോകമില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ കാണുന്നതൊക്കെ, ഈ അനുഭവിക്കുന്നതൊക്കെ എന്താണ്, ഈ കാണുന്നതൊക്കെ എന്താണ്? ലോകമില്ല അങ്ങനെ പറയാൻ പറ്റുമോ? ഈ കാണുന്നത് എന്താണ്, അനുഭവിക്കുന്നത് എന്താണ്? അപ്പോ അതിനാരാ മറുപടി പറയാ? അതിന് ആചാര്യസ്വാമികൾ മറുപടി പറയുന്നു എന്ത് ഉപയോഗിച്ച്? ശാസ്ത്രം ഉപയോഗിച്ച്. ശാസ്ത്രത്തിനെ അതിന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, വേറൊന്നിനും അതിനുള്ള മറുപടികൾ തരാൻ പറ്റില്ല. ശാസ്ത്രം പറയുന്നു ലോകം എന്നത് ഒരു ശബ്ദം മാത്രമാണ്. ലോകം എന്നത് ഒരു ശബ്ദം മാത്രമാണ്, ഒരു നാമം മാത്രമാണ്. പിന്നെയോ ഒരു രൂപവും ഉണ്ട്. നാമം മാത്രമാണ്, ശബ്ദം മാത്രമാണ്, അതിനൊരു രൂപവും ഉണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവോ? ഇതിനൊരു നാമമുണ്ട്, ഇതൊരു ശബ്ദമാണ്. ലോകം ഒരു ശബ്ദമാണ്, ഒരു നാമമുണ്ട്, പിന്നെ ഒരു രൂപവുമുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? അപ്പൊ പറയുന്നു, ഒരു ഉദാഹരണം പറയുന്നു. 10 കിലോ കളിമണ്ണ്, നമ്മുടെ കയ്യിൽ 10 കിലോ കളിമണ്ണുണ്ട്. അതുകൊണ്ട് പലതരം പാത്രങ്ങൾ ഉണ്ടാക്കും, കുറെ എണ്ണം പാത്രങ്ങൾ ഉണ്ടാക്കും. പലതരത്തിൽ, പല ഷേപ്പിൽ, പല പേരുകളിൽ പാത്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ പല പാത്രങ്ങളെല്ലാം ഒന്നിച്ചു തൂക്കി നോക്കിയാൽ അതും 10 കിലോയെ കാണുള്ളൂ. ആഭരണങ്ങൾ നോക്കുക, നമ്മൾ ഇത്ര ഒരു പറഞ്ഞ മാതിരി ഒരു 500 ഗ്രാം സ്വർണം വേണം. അപ്പൊ അതിന് കുറച്ച് ആഭരണങ്ങളൊക്കെ നോക്കി എല്ലാം കൂടെ തൂക്കി നോക്കിയപ്പോ 500 ഗ്രാം. അപ്പൊ പല പല ആഭരണങ്ങളാണെങ്കിലും 500 എന്നുള്ളത് കറക്റ്റാണ്. 500 ഗ്രാം സ്വർണം 10 ആഭരണങ്ങളിലായിരിക്കാം ചിലപ്പോ. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്നൊന്നും മാറണം തോന്നി, 1-2 മാറ്റിയെടുത്തു. അപ്പോഴും 500 തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ 500 വേണമെങ്കിൽ 500ന്റെ തന്നെ അളവേ പറ്റൂ. അതേപോലെ 10 കിലോ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളെല്ലാം തൂക്കി നോക്കിയാൽ 10 കിലോയെ കാണുള്ളൂ. കുറെ പേരുകള്, കുറെ രൂപങ്ങള് ഉണ്ടായി, അത്രമാത്രം. പല പേരുകൾ ഉണ്ടായി. കൂജ, ഗ്ലാസ്, പ്ലേറ്റ്, കലം, ചട്ടി, അങ്ങനെ പല പേരുകൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതിന്റെ മൊത്തത്തിലുള്ള ആ അളവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോ ഇതിനൊക്കെ സൻ മാത്രം എന്ന് പറയും. സൻ മാത്രം, വെറും നാമരൂപങ്ങൾ മാത്രം. സൻ മാത്രം, അതാണ് അവിടെ പറയുന്നത്. സന്മാത്രമേ തന്നെ തതോന്യതസ്തി എന്ന് പറയുമ്പോൾ സൻ മാത്രം, അതായത് വെറും നാമരൂപങ്ങൾ മാത്രം. ലോകം വെറും ശബ്ദം മാത്രം, ഒരു ശബ്ദമാണ് ലോകം. ഒരു നാമമുണ്ട്, എല്ലാത്തിനും നാമങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് അങ്ങനെ തന്നെയല്ലേ നാമം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് നാമമുണ്ട്. കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, എല്ലാം നാമങ്ങളാണ്. ഇതെല്ലാം എവിടെ നിന്നുണ്ടായി? പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. പഞ്ചഭൂതം എവിടെ നിന്നുണ്ടായി? സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. നമ്മൾ പഠിച്ചു ഇല്ലേ? ത്രിഗുണങ്ങളൊക്കെ വരികയും അങ്ങനെ പല 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 കാര്യങ്ങളായിട്ട് പഠിച്ചു നമ്മൾ. പഞ്ചഭൂതങ്ങളിൽ നിന്ന്, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി. സ്ഥൂല പഞ്ചഭൂതങ്ങളിൽ നിന്ന്, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സൂക്ഷ്മ ശരീരം, മനസ്സ്, അങ്ങനെയുള്ള സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടായി. സ്ഥൂല പഞ്ചഭൂതത്തിൽ നിന്ന് സ്ഥൂല ശരീരമുണ്ടായി. സ്ഥൂല പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. ഇതെല്ലാം വിശദമായിട്ട് പഠിച്ചു. അപ്പൊ ഇതെല്ലാം വെറും നാമം മാത്രമാണ്. ഉണ്ടാകുന്നത് എവിടുന്ന? എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. വേറൊരു സ്ഥലത്തു നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ എല്ലാം ബ്രഹ്മം തന്നെയല്ലേ? അധിഷ്ഠാനമായിട്ട് മാറ്റമില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു തന്നല്ലോ. അധിഷ്ഠാനത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. നാമരൂപങ്ങൾ മാത്രം വരുന്നു പോകുന്നു. അപ്പൊ ഈ ലോകത്തിലുള്ള എന്താണ്? നേരത്തെ പറഞ്ഞു, നിമിത്ത കാരണവും ഭഗവാൻ തന്നെ, ഉപാദാന കാരണവും ബ്രഹ്മൻ തന്നെ. ബ്രഹ്മൻ തന്നെ നിമിത്ത കാരണവും ബ്രഹ്മൻ തന്നെ ഉപാദാന കാരണവും എന്ന് പറഞ്ഞു. അപ്പൊ ലോകത്തിലുള്ളത് ഉപാദാന കാരണത്തിൽ ചില നാമരൂപങ്ങൾ, ബ്രഹ്മത്തിൽ നിന്ന് ഉപാദാന കാരണത്തിൽ ചില നാമരൂപങ്ങൾ. അതിന്റെ പേരാണ് മായ. അങ്ങനെ ഉണ്ടാവുന്നതാണ് മായ.
അപ്പൊ ഈശ്വരന്റെ കയ്യിൽ എത്ര തത്വങ്ങളുണ്ട്? ഈശ്വരന്റെ പക്കൽ 2 തത്വമുണ്ട്. ഒന്ന് ബ്രഹ്മതത്വം, അതായത് സത്, ബ്രഹ്മതത്വം സത്. പിന്നെ നാമരൂപ തത്വവും. അത് സത്താണോ? സത്താണ്. നാമരൂപ തത്വവും സത്ത് തന്നെയാണ്. അതെങ്ങനെയാ? ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബ്രഹ്മതത്വം സത് ആണ്, നാമരൂപ തത്വവും സത്ത് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ മിഠായി, ഈ കുട്ടികൾക്ക് പണ്ട് പലതരത്തിലുള്ള മിഠായി, പല രൂപത്തിലുള്ളത്, ഓരോരോ ജീവികളുടെ പടങ്ങളൊക്കെ ഉള്ള രൂപത്തിലുള്ള, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന മിഠായി കൊടുക്കും. മധുരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല രൂപത്തിലുള്ള പല മിഠായികൾ. അപ്പൊ ചില കുട്ടികൾ അതിനകത്ത് എനിക്ക് സിംഹത്തിന്റെ ആ മിഠായി വേണം. വേറൊരു കുട്ടി പറയും എനിക്ക് അണ്ണാറക്കണ്ണന്റെ അത് വേണം. അല്ലെങ്കിൽ ഒരാള് കടുവയുടെ, ആനയുടെ, ഇങ്ങനെ വാശി പിടിക്കും. കുട്ടികൾ കരയും, എനിക്കത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയും. എല്ലാത്തിൻ്റെയും ഉള്ളില് മധുരം തന്നെയാണ്. എല്ലാം വായിലിട്ട് കഴിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനും മധുരം തന്നെയാണ്. അപ്പൊ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വഴക്കുകൂടി അതെനിക്ക് കിട്ടിയില്ല ഇതെനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വഴക്ക് കൂടുകയും കരയുകയോ ഒക്കെ ചെയ്യുമ്പോ, അറിവുള്ള കുറച്ചുകൂടെ മുതിർന്നൊരു കുട്ടി എന്ത് ചെയ്യും? അവന് ഏത് കിട്ടിയാലും സന്തോഷമാണ്. അവന്റെ കയ്യിൽ ഇപ്പൊ വേറൊരു കുട്ടി കരയുന്ന ആ ഒരു രീതിയിലുള്ളത് അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് കൊടുത്തിട്ട്, ആ കുട്ടിക്ക് വേണ്ടാത്തത് ഏതാണോ അതിങ്ങോട്ട് മേടിച്ച് ഇവനത് കഴിക്കും. കാരണം ഇവനറിയാം എല്ലാത്തിലും മധുരം തന്നെയാണ്. ഈ നാമരൂപത്തിൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഈ കുറച്ചെങ്കിലും ഇത്തിരി വലുതായ ഒരു മുതിർന്നൊരു കുട്ടിക്ക്, ആ കൂട്ടത്തിൽ ഇത്തിരി മുതിർന്ന വിവരമുള്ളൊരു കുട്ടിക്ക് അറിയാം. എന്തറിയാം? എല്ലാം മധുരം തന്നെ. ആ നാമരൂപത്തിൽ ഒരു കാര്യവുമില്ല. എല്ലാം വായലിട്ടാൽ എല്ലാം ഒരുപോലെ അലിഞ്ഞു പോകും. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ആ കുട്ടിക്കറിയാം. ഇതേപോലെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യവും. കുട്ടികൾ ശണ്ട കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മളതുപോലെ തന്നെ അങ്ങനെ ശരിയാവണേ, ഇപ്പൊ നമ്മൾ കാണുന്നതിലെ അനുഭവിക്കുന്നതിലെ അത് വേറെയല്ലേ ഇത് വേറെയല്ലേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിന്റെ അപ്പോ അങ്ങനെയുള്ള സമയത്താണ് ആചാര്യന്മാര്, മുതിർന്ന കുട്ടികളെ പോലുള്ളവര് ആചാര്യന്മാരാണ്. ഇതിനെക്കുറിച്ച് സത്യം മനസ്സിലാക്കിയവർ പറയും അങ്ങനെയൊന്നും അല്ല. ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെ എന്ന സത്യത്തെ നീ അറിയണം. അപ്പൊ പിന്നെ നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒന്ന് തന്നെ, ഇവിടെ വേറൊന്നും രണ്ടില്ല, എല്ലാം ബ്രഹ്മൻ തന്നെ, എല്ലാം ഈശ്വരനിൽ നിന്നുണ്ടായത് തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാം ഈശ്വരൻ തന്നെ എന്ന് അറിവുള്ളവര് മനസ്സിലാക്കി അവരെ നിത്യ ആനന്ദത്തിന്, ബ്രഹ്മാനന്ദത്തിന് കഴിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്കത് മനസ്സിലാവണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും. കാരണം നമ്മുടെ ഉള്ളിൽ എത്രയോ ജന്മജന്മങ്ങളായിട്ട് ഉറച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ് ഈശ്വരൻ വേറെ, ലോകം വേറെ, ജീവൻ വേറെ എന്നുള്ള ചിന്ത. ഈശ്വരൻ എന്നൊരാള്, ലോകം എന്ന് വേറൊന്ന്, ജീവൻ എന്ന് നമ്മൾ, ഇങ്ങനെ മൂന്നിനെ മൂന്നായിട്ടാണ് നമ്മുടെ ഉള്ളില് നമ്മൾ കാലാകാലങ്ങളായിട്ട്, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുക. ആ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന വാസന കൊണ്ടുള്ള ഈ തോന്നലെ മാറ്റുകയാണ് ഇവിടെ ഈ ഉപനിഷത്തും തത്വബോധവും വിവേക ചൂടാമണിയും ഒക്കെ ചെയ്യുന്നത്. വലിയ ആചാര്യന്മാര് ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സംസാര സാഗരത്തിൽ സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. ജനിക്കും മരിക്കും, ജനിക്കും മരിക്കും. ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവില്ല. എപ്പോഴാണോ നിങ്ങൾ ഇതൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ് എന്ന അദ്വൈത തത്വം മനസ്സിലാക്കുന്നത്, ആ സമയം സംസാര സാഗരത്തിൽ നിന്ന് മോചനം ഉണ്ടാകും എന്ന് പറയുന്നു. എളുപ്പമല്ല, നമുക്കറിയാം, എളുപ്പമല്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറ്റുമോ? പക്ഷെ പറ്റും, സാധിക്കും. എന്നിട്ട് കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഈ ജന്മമല്ലെങ്കിലും അടുത്ത ജന്മങ്ങളിലെങ്കിലും കൂടുതൽ ആത്മീയതയിലേക്ക് ഉറച്ചു നിൽക്കാനും അതിനുള്ള സാധനകൾ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നും അറിയാതിരുന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. കുറേശ്ശെ അറിഞ്ഞ് അതില് നിഷ്ഠ വന്നു കഴിയുമ്പോൾ, നിഷ്ഠ ഉണ്ടാവണം. എല്ലാത്തിലും നിഷ്ഠയുണ്ടെങ്കിലേ പ്രയോജനം ഉണ്ടാവുള്ളൂ. വെറുതെ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, അതിൽ നിഷ്ഠ വന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോ നമ്മൾ അതുപോലെ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാത്തിലും മധുരമാണ്, പക്ഷെ ഷണ്ട കൂടിക്കൊണ്ടിരിക്കും. അറിവുള്ളവര് മധുരം ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മധുരമുള്ളതിനെ, ഏത് ഷേപ്പിലുള്ളതിനെയും സ്വീകരിക്കും. ഇനി എന്താണ് നമുക്കൊന്ന് നോക്കാം. സദ്ബ്രഹ്മകാര്യം സകലം സദൈവ്
സന്മാത്രമേ തന്നെ തതോന്യതസ്തി അസ്തീതിയോ വക്തിന തസ്യ മോഹോ വിനിർഗതോ നിദ്രിതവത് പ്രജൽപഃ സദ്ബ്രഹ്മകാര്യം. സത്സ്വരൂപമായ ബ്രഹ്മത്തിന്റെ കാര്യം എന്താണ്? സത്സ്വരൂപമാണ് ബ്രഹ്മം എന്നറിയാം. അതിന്റെ കാര്യം എന്താണ്? അതായത് ബ്രഹ്മം കാരണം, കാര്യം എന്താണ്? നാമരൂപങ്ങൾ. കാര്യകാരണമായിട്ട് പറയുമ്പോ സത്ത് കാര്യം, നാമങ്ങൾ സത്ത് കാരണം, നാമരൂപങ്ങൾ കാര്യം. അതാണ് സത് ബ്രഹ്മകാര്യം. സത്തിൽ നിന്ന് ഉണ്ടായതും സത്ത് തന്നെ അല്ലെ? സത്തിൽ നിന്നുണ്ടായത് വേറെയാകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നാമരൂപങ്ങളും സത്ത് തന്നെയാണ്. സത് ബ്രഹ്മകാര്യം. സകലം സദൈവ, സകലം സദാ ഏവ. സദൈവ എന്ന് പറഞ്ഞാൽ സദാ ഏവ. സകലം സദാ ഏവ, എല്ലാം എപ്പോഴും. കാര്യ അവസ്ഥയിലും കാരണ അവസ്ഥയിലും ഒരേ തത്വം തന്നെയാണ്, ബ്രഹ്മതത്വം തന്നെയാണ്. നമുക്ക് വേറെയായിട്ട് തോന്നുന്നു, പക്ഷെ ശരിക്കും രണ്ടും ഒന്ന് തന്നെ. സന്മാത്രം ഏതത്, സന്മാത്രമേതൻ ന തതോ തതോന്യദസ്തി, തതോ അന്യത് അസ്തി, തതഃ അന്യത് അസ്തി. സന്മാത്രം ഏതത് ന തതഃ അന്യത് അസ്തി. അപ്പോ സന്മാത്രം ഏതത്, ഈ ലോകം വെറും സത്ത് തന്നെ. സന്മാത്രം ഏതത്, ഈ ലോകം വെറും സത്ത് തന്നെ. ന തതഃ അന്യത് അസ്തി, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒന്നും ഇല്ല തന്നെ. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒന്നും ഇല്ല. എല്ലാവരും നമ്മളൊക്കെ പറയുന്ന എന്താണ്? ധാരാളം പാത്രങ്ങളുണ്ട്. കളിമണ്ണാണെങ്കിലും പറയും നിറയെ പാത്രങ്ങളുണ്ട്, പിന്നെയോ ധാരാളം ആഭരണങ്ങളുണ്ട് എന്ന് പറയും. ധാരാളം പാത്രങ്ങൾ ഉണ്ട്, ധാരാളം ആഭരണങ്ങൾ ഉണ്ട് എന്നും നമ്മൾ പറയും. എല്ലാം ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ വരിയിൽ ആചാര്യര് പറയുന്നു, അതായത് അസ്തീതി യോ വക്തി ന തസ്യ മോഹോ വിനിർഗതോ. അതായത് രണ്ടാമത്തെ ഈ വരിയില് ആചാര്യസ്വാമികള് മോഹം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് മോഹം. അതായത് ആഭരണങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, ലോകങ്ങളിൽ കാണുന്നതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇതൊക്കെ കാണുന്നില്ലേ, നമ്മൾ അനുഭവിക്കുന്നില്ലേ, ഇതെല്ലാം ഉണ്ട് 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 എന്ന് പറയുന്നത് ആണ് മോഹം എന്ന് പറയുന്നത്. ഇതിനെ മോഹം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അത് ഒരു തരം മയക്കം, മയങ്ങിയിരിക്കുക. ഇതിനകത്ത് ഈ നാമരൂപങ്ങളിൽ മയങ്ങി നമ്മൾ ഇതുണ്ട് എന്ന് പറയുന്നതിനെയാണ് മോഹം എന്ന് പറയുന്നത്. നമ്മൾ ഈ നാമരൂപങ്ങളൊക്കെ കണ്ട് മയങ്ങിയിരിക്കുകയാണ്. ഈ പഞ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ നാമരൂപങ്ങളെയെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം യഥാർത്ഥമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് മോഹം എന്ന് പറയുന്നത്. ഉള്ളതിനെ പറയാതെ ഇല്ലാത്തതിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. നാമരൂപങ്ങളെ എല്ലാം അറിയാം, എല്ലാം അറിയാം, ഇതെല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷെ അവിടെ ബ്രഹ്മമുണ്ട് എന്ന് അറിയുന്നുമില്ല, ബ്രഹ്മത്തെ പറയുന്നില്ല. ഇതെല്ലാം ഈശ്വരൻ തന്നെ എന്ന് നമ്മൾ പറയുന്നില്ല. മരമുണ്ട്, നദികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്, അഗ്നിയുണ്ട്, എല്ലാം ഉണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷെ അതെല്ലാം ഈശ്വരനാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോ ഉള്ളതിനെ പറയാതെ ശരിക്കും അതെല്ലാം എന്താണ്? അതെല്ലാം ബ്രഹ്മം തന്നെ. ഏതിൽ നിന്നാണോ ഉണ്ടായത് അതെല്ലാം ആ ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തെ നമ്മൾ കാണില്ല, നാമരൂപങ്ങളെ മാത്രം കണ്ട് നമ്മൾ അതുണ്ട് അതുണ്ട് അതുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിനെയാണ് ശാസ്ത്രത്തിൽ മോഹം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്താണ്? ഈ മോഹത്തിലാണ്. ആ കുട്ടികള് എങ്ങനെയാണോ ആ രൂപങ്ങൾ കണ്ട് അതിൽ വേണം അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നേ മിഠായിയുടെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കണ്ടുകൊണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണ്? ജ്ഞാനികൾ ഒഴികെ എല്ലാവരും മോഹത്തിലാണ്. ജ്ഞാനികൾ ഒഴികെ. ജ്ഞാനികൾക്ക് ഈ പ്രശ്നമില്ല. അതാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. ജ്ഞാനം വരാനാണല്ലോ നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല. ഇപ്പോ ജ്ഞാനമില്ലാത്ത അവസ്ഥയില് എല്ലാം ഉണ്ട്, ഈ കാണുന്നതെല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്താണോ ശരിക്കും ഉള്ളത് അതിനെ നമ്മൾ വിസ്മരിക്കുന്നു. അപ്പൊ ഞാൻ ബ്രഹ്മത്തെ കാണുന്നില്ല, പിന്നെ ആരെയാ കാണുന്നത്? നാമരൂപങ്ങളെ കാണുന്നു. ബ്രഹ്മത്തെ കാണുന്നില്ല, നാമരൂപങ്ങളെ കാണുന്നു. പക്ഷെ ഒരു കടയിൽ ചെന്നാൽ
സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാൻ സമയത്ത് സ്വർണത്തെ നോക്കും ഇല്ലേ? സ്വർണം തന്നെയാണോ എന്ന് നോക്കൂലോ. നമ്മളെ കളിപ്പിക്കുകയാണോ, വേറെ എന്തെങ്കിലും അലോയ് ചേർത്തിട്ടുണ്ടോ, എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും വെള്ളിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടോ, ചെമ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കൂലേ? അപ്പൊ സ്വർണത്തിന്റെ മാറ്ററിയാൻ വേണ്ടിയിട്ട് ഒരു മെഷീനൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ അവര് തന്നെ വെക്കുന്നത്, കാണുന്നത് അവര് തന്നെ ചെയ്തു തരുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അത് സ്വർണം തന്നെ എന്നു ഇത് എന്റെ മാർക്കാവും, എന്തൊക്കെ മാർക്ക് ഇടുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്വർണം തന്നെ എന്ന് ഉറപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഈ കാണുന്ന അപ്പൊ എല്ലാ ആഭരണങ്ങളും സ്വർണം തന്നെ എന്ന് ഉറപ്പിക്കും. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തില് നമ്മൾ ഈ കാണുന്നതിനെല്ലാം ഇതെല്ലാം ഈശ്വരമയം ബ്രഹ്മമയമാണെങ്കിലും നമ്മൾ അവിടെ ഈശ്വരനെയോ ബ്രഹ്മത്തെയോ ഇതിലൊന്നിലും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? അതാണ് നമുക്ക് പറ്റുന്നത്. അതാണ് മോഹം. അവിടെയാണ് മോഹം. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത്. മുന്നോട്ട് ഇങ്ങനെ എത്ര പഠിച്ചാലും മതിയാകാത്തതും മനസ്സിലാകാത്തതും ഒക്കെ അതുകൊണ്ട് ഈ മോഹത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ പഠിക്കുന്നതൊന്നും ശരിക്കും തലേ കയറാത്തത്. ശരിക്കും ഇതൊന്നും നമ്മുടെ ഉള്ളിൽ കയറി, അഥവാ കുറച്ചൊക്കെ ചെവി കൂടെ കയറിയൊക്കെ മനസ്സിലായാലും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നടക്കാത്തത് മോഹത്തിന്റെ ശക്തി കൊണ്ടാണ്. നിഷ്ഠയിൽ ചെയ്യാൻ പോകാൻ സാധിക്കാത്തത് ഈ മോഹത്തിന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ ഉള്ളതിനെ പറയാതെ ഇല്ലാത്തതിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോ ബ്രഹ്മത്തെ കാണുന്നില്ല, നാമരൂപങ്ങളെ കാണുന്നു. ഇങ്ങനെ മോഹത്തിനാൽ പറയുന്നതിനെ അപ്പൊ ശരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ നാമരൂപങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? മോഹത്തിനാൽ. ആ മോഹത്തിനാൽ പറയുന്നതിനെ എങ്ങനെ സ്വീകരിക്കും? അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? അത് ശരിയാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റും? മോഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനകത്ത് യഥാർത്ഥമായിട്ട് ഇതിനകത്തുള്ളത് എന്താണോ അതിനെ കാണുന്നുമില്ല. അയഥാർത്ഥമായതിനെ നമ്മളുണ്ട് എന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. അതിനെ എങ്ങനെ സ്വീകരിക്കും? മോഹം കൊണ്ട് പറയുന്നതിനെ എങ്ങനെ സ്വീകരിക്കും? അതിന് പറയുന്നു അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട് അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. സ്വപ്നത്തിനെ കുറിച്ച് ചിലര് ഉറക്കത്തില് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ സംസാരിക്കും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഉറക്കത്തില് അവ്യക്തമായിട്ട് പലതും പറയുന്ന കേൾക്കാം. അവര് വ്യക്തമായിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമുക്ക് അവ്യക്തമായിരിക്കും. അപ്പൊ നമ്മളതിനെ സ്വീകരിക്കാറുണ്ടോ? ഇനി വ്യക്തമാണെങ്കിൽ പോലും ദാ ആന വരുന്നു, ദാ എന്നെ കുത്താൻ വരുന്നു, അയ്യോ എന്റെ അടുത്തെത്തി, അയ്യോ കുത്തി, ഞാൻ മരിച്ചു എന്ന് വരെ പറയാറുണ്ട്. ഞാൻ മരിച്ചു അങ്ങനെ വരെ സ്വപ്നത്തിൽ പറയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അത് കേൾക്കാൻ തന്നെ സാധിക്കും. ഇങ്ങനെ ഓരോന്നും വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്നാൽ പറ്റും. മരിച്ചു, എന്നെ ആൾക്കാരൊക്കെ അതാ എടുത്തു കൊണ്ടുപോകുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, കിടത്തുന്നു, അതാ എന്റെ ശവസംസ്കാരം നടക്കാൻ പോകുന്നു. ആരാ സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നേ? ഞാൻ തന്നെയാ പറയുന്നേ. ആരുടെ കാര്യം പറയുന്നേ? എന്റെ കാര്യം തന്നെയാ പറയുന്നേ. സ്വപ്നത്തിൽ പറയുന്നത് ആരുടെ കാര്യം? എന്റെ കാര്യം. ആരാ പറയുന്നത്? ഞാൻ തന്നെ. പക്ഷെ നമ്മളിത് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ കേൾക്കുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്വപ്നത്തിലെ ജൽപ്പനങ്ങൾ പോലെയാണ് ഇവിടെ നാമരൂപങ്ങളെ കുറിച്ച് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയണത് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പോ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തില് സ്വപ്നം കണ്ടുകൊണ്ടുള്ള ജൽപ്പനങ്ങളെ നമ്മൾ സ്വീകരിക്കാറില്ല. അതുപോലെ ഒരു പിറുപിറുക്കല്, ഒരു ജൽപ്പനം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലോകത്തിലെ നാമരൂപങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും എന്ന് ഇവിടെ ആചാര്യസ്വാമി ഈ ശ്ലോകത്തിൽ പറയുന്നു. അതാണ് പ്രജൽപ എന്ന് പറഞ്ഞ പ്രജൽപ, ജൽപ്പനം. ഉറക്കത്തിലെ പോലെ ജൽപ്പനം, പ്രജൽപ. വെറും ജൽപ്പനം മാത്രം, വെറും ജൽപ്പനം മാത്രമാണ് ഈ ലോകത്തെ കുറിച്ച് നമ്മൾ നാമരൂപങ്ങളെ കുറിച്ച് പറഞ്ഞ് അതുണ്ട് ഉണ്ട് 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 എന്നൊക്കെ പറയുന്നത് വെറും ജൽപ്പനമാണ്. അപ്പോ വ്യവഹാരത്തിന് നമ്മൾ എന്ത് ചെയ്യും? വ്യവഹാരത്തിന് നാമരൂപങ്ങളെ ഉപയോഗിക്കണം. നാമരൂപം ഉപയോഗിക്കാതെ വ്യവഹാരം ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരൻ മായ കൊണ്ട് ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുന്നു മായാശക്തിയാല്. അത് ആക്ച്വലി ബ്രഹ്മം തന്നെയാണ്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നില്ല, നമ്മൾ നാമരൂപത്തിലിരിക്കുന്നു. അപ്പോ വ്യവഹാരത്തിന് നാമരൂപങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഈ ശരീരം കിട്ടി, നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനം നേടുന്നത് വരെ ഈ വ്യവഹാരം ഉണ്ടായേ പറ്റൂ. ഇനി ജ്ഞാനം നേടിയാലും ശരീരപാതം വരെ, ശരീരം ഇല്ലാതാകുന്നത് വരെ എന്ത് വേണം? വ്യവഹാരം കൂടിയേ തീരും. എന്തായാലും വ്യവഹാരം വേണം. വ്യവഹാരത്തിന് ഈ നാമരൂപങ്ങൾ ഉപയോഗിക്കാതെ പറ്റില്ല. നാമരൂപങ്ങൾ വേണം. ഇതില്ലാതെ പറ്റത്തില്ല. പക്ഷെ സത്യം മനസ്സിലാക്കിയാൽ മതി. ഇത് എന്താണ് എന്നുള്ള സത്യം അറിയണം, അതാണ് ആവശ്യം.
അപ്പോൾ ആഭരണങ്ങൾ, പാത്രങ്ങൾ, ഇതൊക്കെ ഇതുപോലെ തന്നെയാണ്. ആഭരണങ്ങൾ വേണം, പക്ഷെ അത് സ്വർണമാണെന്ന് അറിയുന്നുണ്ട്. അതുപോലെ ഇവിടെ സ്വർണമാണ്, ഇവിടെ ബ്രഹ്മമാണെന്ന് അറിയുന്നില്ല. അത് അറിയണമെന്നാണ് ഇവിടെ പറയുന്നത്. വ്യവഹാരത്തിന് ഉപയോഗിച്ച് നമ്മൾ അധിഷ്ഠാനത്തെ മറന്നു പോകുന്നു. വ്യവഹാരത്തിന് നാമരൂപങ്ങളെ ഉപയോഗിച്ച് നമ്മൾ അധിഷ്ഠാനമായ ബ്രഹ്മത്തെ മറക്കുന്നു. നേരെ മറിച്ച് ആഭരണത്തിൽ ആ പ്രശ്നമില്ല. അത് ലൗകിക വ്യവഹാരത്തിൽ വരുന്ന ആഭരണങ്ങളെ നമ്മൾ സ്വർണം മറന്ന ആഭരണത്തെ ചെയ്യില്ല. പക്ഷേ ഏറ്റവും വലിയ മഹത്തായ ഈ കാര്യം വരുമ്പോൾ, ഈ ലോകത്തിൽ കാണുന്ന നാമരൂപങ്ങളെയെല്ലാം വിശ്വസിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള യഥാർത്ഥമായ ഏതിൽ നിന്നാണോ അതുണ്ടായത് ആ അധിഷ്ഠാനത്തെ, അതിന്റെ ഒറിജിനൽ ഭാവത്തെ, അതിന്റെ തന്മയെ മറന്നുപോകുന്നു. അസ്തി ഇതി യഹാ വക്തി. അസ്തി ഇതി യഹാ വക്തി. ബ്രഹ്മത്തിന് വേറെയായി ഒന്നുണ്ട്. അസ്തി ഇതി, ബ്രഹ്മത്തിന് വേറെയായി, അസ്ഥി എന്ന് പറഞ്ഞ ഉണ്ട്, വേറെയായി ഒന്നുണ്ട് എന്ന് യാതൊരുവൻ, യഹാ വ്യക്തി, യാതൊരുവൻ പറയുന്നുവോ, യഹാ വക്തി, ആ യാതൊരുവൻ പറയുന്നുവോ, തസ്യ മോഹഃ ന വിനിർഗതഃ. തസ്യ മോഹഃ ന വിനിർഗതഃ. അതായത് അസ്തി ഇതി യഹാ വക്തി തസ്യ മോഹഃ ന വിനിർഗതഃ. ബ്രഹ്മത്തിന് വേറെയായി ഒന്നുണ്ട് എന്നൊരു തത്വമുണ്ട് എന്നൊരു ആരാണോ പറയുന്നത്, അവന്റെ മോഹം ഇതുവരെ വിട്ടുപോയിട്ടില്ല. അയാൾ മോഹത്തിൽ ആണ്, മോഹത്തിന്റെ അടിമയാണ്. അയാൾ ഇതിൽ ഈ ലോകത്തിന്റെ നാമരൂപങ്ങളിലും ഭാവങ്ങളിലുമെല്ലാം മയങ്ങിയിരിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ മയങ്ങിയിരിക്കുന്നു, ഈശ്വരന്റെ മായാശക്തിയിൽ മയങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്, മായാദേവി, ഈ മായയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ദേവി മായയെ മാറ്റിത്തരണേ. മായാദേവിയോട് പ്രാർത്ഥിക്കുന്നില്ല എപ്പോഴും? മായയിൽ മാറ്റിത്തരണേ, മായയിൽ നിന്ന് മാറ്റിത്തരണേ. മായയാണ് ഈ മോഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സത്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെക്കുന്നത് മായയാണ്. മായയുടെ ശക്തി ചില്ലറയല്ലോ, അറിയാലോ. മായ കൊണ്ടാണ് ഈ എല്ലാ സംഭവവും, മായ കൊണ്ടാണ് ഈ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ. സത്യത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ മായയാണ്. അതുകൊണ്ട് ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കും, ആ മായയെ ഒന്ന് പിൻവലിക്കണേ എന്റെ കാര്യത്തില്. എനിക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഈ മായ കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. ഈശ്വര, ഈ മായയെ എന്നിൽ നിന്ന് ഒന്ന് മാറ്റി, ആ സമയം എനിക്ക് ജ്ഞാനം ലഭിക്കും, ഒന്ന് മാറ്റി തരണേ ഭഗവാനെ. അപ്പൊ മായയോട് തന്നെ പറയാം, ദേവി, മായാദേവി, എന്നെ ജ്ഞാനത്തിലേക്ക് നയിക്കണമേ, ഈ മായയുടെ മറയെ എന്നിൽ നിന്നൊന്ന് മാറ്റി തരണമേ എന്ന് മായാദേവിയോട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഉള്ളത് എന്താണ്? സത്ത് മാത്രം, ബ്രഹ്മം മാത്രം, സത് ചിത് ആനന്ദം, സത്ത് മാത്രമാണ് ഉള്ളത്. പക്ഷെ വേറെ എന്തൊക്കെയോ ഉള്ളതായി നാം പറയുന്നു. പക്ഷെ വേറെ എന്തൊക്കെയോ ഉള്ളതായിട്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് മോഹം വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മോഹം നമ്മളെ വിട്ടുപോയിട്ടില്ല. അപ്പോ ഇങ്ങനെ മോഹമുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഈശ്വരനൊന്നുമല്ല, ഇതെല്ലാം വേറെയാണ്, ഇതൊന്നും ബ്രഹ്മം എന്ന് പറയുന്നൊന്നും അല്ല എന്നൊക്കെ പറയുന്നവരുടെ വാക്കുകളെ നോക്കൂ. സത്യമല്ലേ, ഞാൻ അനുഭവിക്കുന്നില്ലേ, ഇത് കണ്ടോ, ഇത് മരമല്ലേ, ഇത് ഇന്ന ജീവിയല്ലേ, ഇത് മരമല്ലേ, ഇത് നദിയല്ലേ, ഇത് പർവ്വതമല്ലേ, ഇങ്ങനെ പറയുന്ന ഒരാൾ നോക്കൂ ഇത് ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന ആ പറച്ചിലിനെ നമ്മൾ എങ്ങനെ എടുക്കണം? ആചാര്യസ്വാമി പറയുന്നു ഇതൊന്നും ഇല്ല, ഇതെല്ലാം മായയാണെന്ന്. ഇവരെല്ലാം പറയുന്നു ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഈ കാണുന്നതെല്ലാം ഉണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഈ പറച്ചിലിനെ എങ്ങനെ എടുക്കണം? അതിന് ആചാര്യസ്വാമി പറയുന്നു, എങ്ങനെ പറയണേ? നിദ്രിതവത്. ഉറക്കത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ പ്രജൽപ്പനം പോലെ എടുക്കണം. നിദ്രിതവത്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ ജൽപ്പനം, അർത്ഥമില്ലാത്ത വാക്കുകൾ, ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പറയുന്ന അർത്ഥമില്ലാത്ത വാക്കുകളെ പോലെ വേണം ഈ നാമരൂപങ്ങളെ രണ്ടാമതൊന്നായി കണ്ടു പറയുന്നവരോട്. ഇതാണ് സത്യം, നാമരൂപങ്ങളാണ് സത്യം, ഇതിന്റെ പുറകിൽ അതൊന്നുമില്ല, അതൊന്നുമല്ല ശരി
എന്ന് പറയുന്നവരുടെ വാക്കുകളെ ഇതുപോലെ വേണം നാം സ്വീകരിക്കാൻ. എല്ലാവരും അങ്ങനെ സ്വീകരിക്കില്ല. നമ്മൾ ആത്മീയമായിട്ട് മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്നവൾ, ജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൾ, യഥാർത്ഥ സത്യം എന്താണ് എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആചാര്യസ്വാമിയുടെ ഈ വിവേക ചൂടാമണി പഠിക്കുന്നവർ, ആചാര്യസ്വാമിയുടെ വാക്കുകളെ ആശ്രയിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അത് ജ്ഞാനം തരും എന്ന് പ്രതീക്ഷിക്കുന്നവർ എന്ത് വേണം? ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജൽപ്പനങ്ങളെ, അതായത് ഇതാണ് സത്യം, ഇതാണ് സത്യം, നിങ്ങൾ കാണൂ, ഇത് സത്യമല്ലേ, നിങ്ങൾ അനുഭവിക്കുന്നതല്ലേ എന്ന് എത്രയോ നമ്മളോട് പറയും. ഈ പറയുന്നത് അതെങ്ങനെ ശരിയാവണേ, മരം എങ്ങനെ ഈശ്വരനാവണേ, അതെങ്ങനെ ബ്രഹ്മമാവണേ, വാഴ എങ്ങനെ ബ്രഹ്മമാണ്, ഈ കാണുന്ന ചെടികളും പൂക്കളും ഇതൊക്കെ എങ്ങനെ ബ്രഹ്മമാകുന്നത്, ഈ തെങ്ങും മരങ്ങളും ഒക്കെ എങ്ങനെ ബ്രഹ്മമാകും, ഈ നദി എങ്ങനെ ബ്രഹ്മമാകും, ഈ പർവ്വതം എങ്ങനെ ബ്രഹ്മമാകും, ഇതൊക്കെ വേറെ വേറെ അല്ലേ എന്ന് പറയുന്നവരുടെ ജൽപ്പനങ്ങളെ ആയിട്ടെടുക്കണം. എന്ന് പറയുന്നതെല്ലാം വെറും ജൽപ്പനങ്ങൾ. ആരുടെ? നിദ്രിതവത്, ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പറയുന്ന ഒരാളുടെ ജൽപ്പനങ്ങൾ പോലെ വേണം നാം ആത്മീയമായിട്ട് പുരോഗതി ആഗ്രഹിക്കുന്നവരെ എടുക്കേണ്ടത്. അതായത് അദ്വൈത തത്വം മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ ജൽപ്പനമായിട്ട് എടുക്കണം. എന്നിട്ട് ഗുരുനാഥന്മാരുടെ വാക്കുകളെ സത്യമായിട്ട് എടുക്കുകയും വേണം. അതാണ് ആചാര്യസ്വാമിയുടെ പറയുന്ന ആ വാക്ക്. അധിഷ്ഠാനത്തിൽ ശ്രദ്ധിക്കണം. അധിഷ്ഠാനത്തിൽ നിന്ന് വേറെ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. പലതും നാമരൂപങ്ങളാൽ കയറ്റിവെക്കപ്പെടുന്നതാണ്. അധിഷ്ഠാനത്തിന് മുകളിൽ കയറ്റിവെക്കപ്പെടുന്നു. പക്ഷെ അധിഷ്ഠാനം തന്നെ ഇതിന് മാറ്റമില്ല. ഇപ്പൊ ലോകമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് എന്ന് പറയുന്നത് ലോകമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനല്ല. ആ ഒരു വലിയൊരു തത്വം കൂടെ ഉണ്ട്. ബ്രഹ്മത്തിൽ നിന്നാണ് ലോകമുണ്ടായത് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ എന്താണ്? ലോകമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനാണോ? അല്ല. വളരെ ശ്രദ്ധിക്കണേ. ലോകമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് എന്ന് പറയുന്നത്, ലോകമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന്. അപ്പൊ ലോകമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനാണോ അത് നമ്മൾ പറഞ്ഞത്? അല്ല. പിന്നെന്തിനാണത് പറഞ്ഞത്? ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന സത്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ലോകമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു വാക്യമല്ലത്. അത് ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി തരുവാനാണ് അങ്ങനെ പറയുന്നത്. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്രഹ്മമല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടാണ് ബ്രഹ്മത്തിന്റെ മായാശക്തി ഉപയോഗിച്ച് ചിലന്തി വല സ്വന്തം ശരീരത്തിൽ നിന്ന് പശയെടുത്ത് വല ഉണ്ടാക്കുന്ന പോലെ, അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭംഗിയായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ലോകമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് എന്ന് പറയുമ്പോ നമ്മൾ അതിൽ ഉണ്ടായി എന്നുള്ള ഭാഗത്തെ അല്ല എടുക്കണ്ടേ. ബ്രഹ്മം ആണ്, ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന തത്വമാണ് നാം സ്വീകരിക്കേണ്ടത്. ലോകമുണ്ടായത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ലോകമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് എന്ന് പറയുന്നത് ലോകമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനല്ല, മറിച്ച് ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ലോകം മിഥ്യയാണ്, നാമരൂപങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ആ ശ്ലോകത്തില്, 68ാമത്തെ ശ്ലോകത്തില്. സദ്ബ്രഹ്മകാര്യം സകലം സദൈവ സന്മാത്രമേ തന്നെ തതോന്യമസ്തതോന്യതസ്തി അസ്ത്വീതിയോ വക്തി ന തസ്യ മോഹോ വിനിർഗതോ നിദ്രിതവത് പ്രജൽപഹ എന്ന ശ്ലോകം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ജീവിതത്തില് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ സംസാരിക്കാം. അടുത്ത ദിവസം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സായിരാം. സായിരാം സർ. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം.